അപ്പോൾ റയൽ മാഡ്രിഡ് വേഴ്സസ് റയൽ വയക്കാനോ മാച്ച്. റയൽ മാഡ്രിഡ് അങ്ങനെ ലിവർപൂളിനെതിരെയുള്ള ഒരു പരാജയത്തിന് ശേഷം റയൽ വയക്കാനോക്കെതിരെ സമനിലയിൽ കുടുങ്ങി. വയക്കാനയിൽ ഹോം മാച്ച് ആയിരുന്നു. ഇനി അങ്ങോട്ട് കുറച്ച് ദിവസം റയൽ മാഡ്രിഡിന് ഹോം മാച്ചുകളാണ്. ഇടയിൽ ഇൻ്റർനാഷണൽ ബ്രേക്ക് ഉണ്ട്, നമുക്കറിയാം. ഡിസംബറിലാണ് ഇനി അടുത്ത സാന്റിയാഗോ ബെർണാബിയിൽ മാച്ചുള്ളൂ. ഹോം മാച്ചിൽ കളിയുള്ളൂ റയൽ മാഡ്രിഡിന്. കാരണം വേറൊന്നുമല്ല, സാന്റിയാഗോ ബെർണാബിയിൽ വർക്കായതുകൊണ്ടൊന്നുമല്ല, വേറൊന്നുമല്ല, ഫിക്സ്റ്റേഴ്സാണ് അധികം ഉള്ളത്, അത് തന്നെയാണ് കാരണം, വേറൊന്നുമല്ല. അപ്പോൾ റയൽ മാഡ്രിഡിൻ്റെ റയൽ വയക്കാനോക്കെതിരെയുള്ള ഒരു മാച്ചിൽ ഡ്രോയിൽ അവസാനിച്ചു. അത് റയൽ മാഡ്രിഡിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ബാക്ക് ഫയറാണ്. അവർക്ക് വിജയിച്ചേ പറ്റൂ റയൽ മാഡ്രിഡിന്. ലാലിഗയിൽ ചാമ്പ്യൻസ് ലീഗിൽ എന്തായാലും അവർക്ക് മറ്റേ പ്രീ നോക്കൗട്ട്, മറ്റേ റൗണ്ട് ഓഫ് 16 നോക്കൗട്ട്, അങ്ങനത്തെ കുറേ പരിപാടികളുണ്ട്. നോക്കൗട്ട് സ്റ്റേജിൽ അവർ എങ്ങനെയെങ്കിലുമൊക്കെ പിടിക്കും. പക്ഷേ ലാലിഗയിൽ അങ്ങനെയല്ല. തൊട്ടു ബാക്കിൽ പാമ്പിനെ പോലെ, കഴുകനെ പോലെ ബാഴ്സലോണ തൊട്ടു ബാക്കിലുണ്ട്. സോ റയൽ മാഡ്രിഡിന് കുതിച്ചു പോയേ പറ്റൂ, അവർക്ക് വാണം വിട്ട പോലെ പോയേ പറ്റൂ. അതിന് എല്ലാ മാച്ചസും വിജയിക്കണമായിരുന്നു. പക്ഷേ അതിൽ നിന്നും വൺ ഓഫ് ദി ബാക്ക് ഫയർ ആണ് ഈ ഒരു റയൽ വയക്കാനോക്കെതിരെയുള്ള ഈ ഒരു മാച്ച്. 12 മത്സരങ്ങളിൽ നിന്നും 31 പോയിൻറ്റോട് കൂടി ഇപ്പോഴും ഒന്നാം സ്ഥാനത്ത് റയൽ മാഡ്രിഡ് തന്നെയാണ് കേട്ടോ. പക്ഷേ തൊട്ട് ബാക്കിൽ 12 മത്സരങ്ങളിൽ നിന്നും 28 പോയിൻറ്റോട് കൂടി ബാഴ്സലോണയുണ്ട്. ബാഴ്സലോണ സെൽറ്റാ വിഗോക്കെതിരെ 4-2 എന്നുള്ളൊരു സ്കോറിന് വിജയിച്ചു. സോ റയൽ മാഡ്രിഡിന് വിജയം നിർബന്ധമാണ്. സാബി അലൻസോക്കും അത് വളരെ കൃത്യമായിട്ട് അറിയാം. പക്ഷേ ഒന്നും നടന്നില്ല. ചാൻസുകളൊക്കെ കിട്ടിയിരുന്നു റയൽ മാഡ്രിഡിന് റയൽ വയക്കാനോക്കെതിരെ നല്ല ചാൻസുകളൊക്കെ കിട്ടിയിരുന്നു. പക്ഷേ ഒന്നും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല. ഒന്നാമത് എംബാപ്പെ അവിടെ സൈഡായി. ഒരു 2 കളിയായിട്ട് എംബാപ്പെ സൈഡാണ്. എന്താ സംഭവം എന്നറിയില്ല. കളിയായിട്ട് നല്ല അറ്റാക്കുകളൊന്നും എംബാപ്പേൻ്റെ ഭാഗത്തൊന്നും വരുന്നില്ല. വിനി ജൂനിയർ ഒരു ഭാഗത്ത് ട്രൈ ചെയ്യുന്നുണ്ട്. വിനി ജൂനിയറിൻ്റെ ഈ കഴിഞ്ഞ മാച്ചിലെ പല പൊസിഷനിങ്ങും അല്ല. പല സമയത്തും എംബാപ്പയും ബെല്ലിങ്ങും പാസ്സറാന്ന് കൊടുക്കുന്ന സമയത്ത് വിനി ജൂനിയർ ഭയങ്കരമായിട്ട് ബാക്കിലാണ്. പൊതുവേ മാച്ചസിൽ അങ്ങനെയാണ്. പക്ഷേ എന്നാലും ആവശ്യമുള്ള നേരത്തെ വിനി ജൂനിയർ ചില സമയത്തൊക്കെ വരലുണ്ട്. ഈ മാച്ചിൽ ഇല്ല, അദ്ദേഹത്തിൻ്റെ പൊസിഷനിങ് ഭയങ്കരമായിട്ട് തെറ്റായിരുന്നു. പിന്നെ ഈ മാച്ചിൽ വിനി ജൂനിയർ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ് പുറത്തെടുത്തു. മോശമാണെന്നൊന്നും പറയാൻ പറ്റില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ് കൊടുത്തു. വെൻ കമ്പാരിങ് ടു അഗെയിൻസ്റ്റ് ലിവർപൂളിനെതിരെയുള്ള ഒരു പെർഫോമൻസിനൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഈ ഒരു മാച്ചിൽ അത്യാവശ്യം വിനീഷ്യസ് ജൂനിയർ പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ മസ്തൻ തുവാനേക്കും നമുക്കറിയാം, ആ ഒരു ലിവർപൂളിൻ്റെ മാച്ചിൻ്റെ തൊട്ട് മുമ്പ് തന്നെ അദ്ദേഹത്തിന് പരിക്കായതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഇറക്കിയിട്ടില്ല. എന്തായാലും ആ ഒരു 11 നമുക്ക് വരാം. റയൽ മാഡ്രിഡ് 11 എന്ന് പറയുന്നത് തിബോ കോർട്ടുവാണ് ഗോൾ കീപ്പർ. CBയിൽ എദർ മിലിറ്റാവുക്ക് റെസ്റ്റ് കൊടുത്തു. എന്തായാലും നല്ല കാര്യമാണ്. ആ ചങ്ങായി 2 ACL കഴിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് മാച്ച് റയൽ മാഡ്രിഡിന് വേണ്ടി കളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചങ്ങായിക്ക് വീണ്ടും പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. സാബി അലൻസോ അത് കണ്ടിട്ട് തന്നെയാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിന് റെസ്റ്റ് കൊടുത്തു. പക്ഷേ ഹ്യൂസൻ്റെ വളരെ നല്ല കളി കാരണം വീണ്ടും ഇറങ്ങേണ്ടി വന്നു എദർ മിലിറ്റാവുക്ക്. അത് പറയാം. എന്തായാലും ഹ്യൂസറും റൗൾ അസൻസിയോ ആയിരുന്നു CBയിൽ ഉണ്ടായിരുന്നത്. റൗൾ അസൻസിയോ കഴിഞ്ഞ മാച്ചിൽ പൊളി, ഒന്നും പറയാനില്ല. കിടിലൻ കളിയായിരുന്നു റൗൾ അസൻസിയോ. അറ്റാക്കിലൊക്കെ നല്ലപോലെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. കിടിലൻ കളിയായിരുന്നു, സത്യസന്ധമായിട്ട് പറഞ്ഞില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞ മാച്ചിൽ റൗൾ അസൻസിയോ. ഒരു റൗൾ അസൻസിയോയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന കുറച്ച് സ്ലൈഡിങ് ടാക്കുകളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞ മാച്ചിലുണ്ടായിരുന്നു ചെറുതായിട്ട്. എന്തായാലും റൗൾ അസൻസിയോ കഴിഞ്ഞ മാച്ചിൽ തൂക്കി. റൈറ്റ് ബാക്കിൽ ഫെഡെ വാൽവർദെ. എന്തിനാണ് ഈ ട്രെൻഡിന് ഇങ്ങനെ എടുത്തു വെച്ചിരിക്കുന്നത് എനിക്കറിയില്ല. എന്തിനാ പിന്നെ എങ്ങനെ കൊണ്ടുവന്ന് മാച്ചസിനെ ഇറക്കാനല്ലെങ്കിൽ ലിവർപൂളിനെതിരെയും സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഇറങ്ങി 81ാമത്തെ മിനിറ്റിൽ. ഈ മാച്ചിലും സെയിം അവസ്ഥ തന്നെ. 81ാമത്തെ മിനിറ്റിലുണ്ട് വാൽവർദേനെ മാറ്റി ട്രെൻഡിനെ കൊണ്ടുവരും. അതും വാൽവർദേക്ക് ഇഞ്ചുറി ആയതുകൊണ്ട്. അങ്ങനെ ഒരു ഇഞ്ചുറി ആയതുകൊണ്ട് മാറ്റി കൊണ്ടുവരാൻ പറ്റിയൊരു പ്ലെയർ ആണോ ട്രെൻഡ്? അതും റൈറ്റ് ബാക്ക് പൊസിഷൻ. ഐ ഡോണ്ട് നോ വൈ. ഡിഫെൻസീവ്ലി പറ്റാത്തത് കൊണ്ടാണോ, കുറച്ചും കൂടി ഒഫെൻസീവായിട്ടുള്ള ഒരു പ്ലെയർ ആയതുകൊണ്ടാണോ ട്രെൻഡ്? എനിക്കറിയില്ല. സാബി അലൻസോയുടെ ആ ഒരു ഡിസിഷൻ എനിക്ക് ഭയങ്കര പെത്തറ്റിക് ആയിട്ട് തോന്നി, സത്യസന്ധമായിട്ട് പറയാമല്ലോ. പിന്നെ സാബി അലൻസോ സബ്സ്റ്റിറ്റ്യൂഷൻ എടുക്കാൻ ഭയങ്കരമായിട്ട് വൈകുന്നുണ്ട്. ആ ഒരു സാധനം വർക്കായില്ലെങ്കിൽ എന്തിനാ ഇത്രയധികം ടൈം എടുക്കുന്നത്? ഐ ഡോണ്ട് നോ വൈ. എന്തിനാ ഇത്രയധികം സബ്സ്റ്റിറ്റ്യൂഷൻ എടുക്കാൻ ടൈം എടുക്കുന്നത്? 71ാമത്തെ മിനിറ്റിലോ 78ാമത്തെ മിനിറ്റിലാണ് കെമവിംഗനെ മാറ്റി റോഡ്രിഗോനെ കൊണ്ടുവരുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. കെമവിംഗാണ് റൈറ്റ് വിങ്ങിൽ കളിക്കുന്നത്. ബ്രൈം ഡൈസ് പോയതിനു ശേഷം കെമവിംഗാണ് റൈറ്റ് വിങ്ങിൽ കളിക്കുന്നത്. റോഡ്രിഗോനെ റൈറ്റ് വിങ്ങിലോട്ട് കൊണ്ടുവന്നത് 78ാമത്തെ മിനിറ്റിൽ, അതും 0-0 ആയിരിക്കുന്ന സമയത്ത്. ഓപ്പോസിറ്റ് റയൽ വയക്കാനെന്ന് പറഞ്ഞാൽ അത്ര ഭീകര ടീമൊന്നുമല്ലല്ലോ ഇത്ര മിഡ്ഫീൽഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. സംഭവം ശരിയാണ്, റയൽ വയക്കാനെ കുറച്ച് ത്രട്ടണൊക്കെ തന്നിട്ടുണ്ട്, അതൊക്കെ സത്യം തന്നെയാണ്. കുറച്ച് ത്രട്ടണിങ് റയൽ മാഡ്രിഡ് ഡിഫൻസിന് കൊടുത്തിട്ടുണ്ട്. പക്ഷേ തിബോ കൂട്ടു ആകെ 2 സേവ് ആ മാച്ചിൽ നടത്തിയത്. ഡിഫൻസിൽ റൗൾ അസൻസിയോ അവിടെ പക്കയായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ സെക്കൻഡ് ഹാഫിൽ എദർ മിലിറ്റാവ് വന്നതോടുകൂടി കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരിക്കട്ടെ. പക്ഷേ എന്തിന് ഇത്ര ലേറ്റ് ആവുന്ന അറ്റാക്കിങ്ങിൽ കൊടുക്കേണ്ട സമയത്ത്? കാരണം ഗോൾ വരണം, കളി ജയിക്കണം, അത് നിർബന്ധമാണ്. സാബി അലൻസോ ഇത്രയധികം എന്തിനാണ് ലേറ്റ് ആക്കുന്നത് എനിക്ക് ഒരു ഐഡിയയും കിട്ടുന്നില്ല. സത്യസന്ധമായിട്ട് പോലെ ഒരു ഐഡിയയും കിട്ടുന്നില്ല. സബ്സ്റ്റിറ്റ്യൂഷൻ ഡിസിഷൻ മേക്കിംഗ് പലപ്പോഴും സാബി അലൻസോ ഒരു അട്ടർ ബ്ലണ്ടറാണ്
തെറ്റി പോകാറുണ്ട്, പൊട്ടത്തരമായി പോകാറുണ്ട് എന്നെനിക്ക് പേഴ്സണലി അത് കാണുമ്പോൾ തോന്നാറുണ്ട്. ഓക്കെ, സ്ട്രിക്ട്ലി മൈ ഒപ്പീനിയൻ ആണ്, എനിക്ക് തോന്നുന്ന കാര്യം ഞാൻ പറയാമെന്നേ ഉള്ളൂ, എൻ്റെ ഒരു ഒപ്പീനിയൻ. സോ അങ്ങനെ അതായത് CB എന്ന് പറഞ്ഞത് റൗൾ അസെൻസിയോ, ഹ്യൂസൺ റൈറ്റ് ബാക്കിൽ, ഫെഡെ വാൽവർദെ, ലെഫ്റ്റിൽ കരേരാസ്. ഓക്കെ, പിന്നെ മിഡ്ഫീൽഡറായിട്ട് ചൊമനി ഇഞ്ചോർഡാണ്. ഓക്കെ, അറിയാലോ അദ്ദേഹത്തിനും കണ്ടിന്യൂസ് മാച്ച് കൊടുത്ത് ഇഞ്ചോർഡായി. അതുകൊണ്ടായിരിക്കും ഇന്ന് എഡർ മിലിറ്റാവിനെ പിടിച്ച് റെസ്റ്റ് കൊടുത്തത്. അതുകൊണ്ട് തന്നെ കമവിംഗയും ആർദെ ഗുളറും ആ ഒരു മിഡ്ഫീൽഡിൽ, റൈറ്റിൽ ബ്രൈം ഡൈസ് ആ ഒരു നമ്പർ 10 റോളിൽ, ബെല്ലിംഗ്ഹാം, ലെഫ്റ്റിൽ വിനീഷ്യസ് ജൂനിയർ, സ്ട്രൈക്കറായിട്ട് കിലിയൻ എംബാപ്പെ. ആ ഒരു ഫോർമേഷനിലായിരുന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. എന്താ പറയുക, പറയേണ്ട കാര്യങ്ങളൊക്കെ ഇതൊക്കെ തന്നെയാണ്. സാബി അലൻസോ ഭയങ്കരമായിട്ട് ലേറ്റ് ആവുന്നുണ്ട്. മാച്ചസ് സ്റ്റാർട്ട് ചെയ്തത് തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു അറ്റാക്കോട് കൂടിയാണ്. മറ്റേ FA കിറ്റും കൊണ്ടാണ് റയൽ മാഡ്രിഡ് ഇറങ്ങിയത്. ആ ഒരു നീല ജേഴ്സി, ഗ്രേ ജേഴ്സി അല്ല, നീല ജേഴ്സിയും കൊണ്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. ഒരു വെറൈറ്റി ജേഴ്സി, കൊള്ളാം, അത് കൊള്ളാം, ജേഴ്സി കൊള്ളാം. ഒരു മറ്റേ ലിവർപൂളിനെതിരെയൊക്കെ കളിച്ച പോലെ സ്ലോ പേസ്ഡും അല്ല, അത്യാവശ്യം പേസ്ഡ് അറ്റാക്ക്. ആവശ്യമുള്ള നേരത്തെ ഒന്നും കൊണ്ടുവരില്ല, അത് വേറെ കാര്യം. ലിവർപൂളിനെതിരേക്ക് എന്ത് കളിയാണ് കളിച്ചത്? അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ റയൽ വയക്കാനെതിരെ നല്ലപോലെ കളിച്ചിട്ടുണ്ട് കേട്ടോ, സത്യസന്ധമായിട്ട് പറയാലോ. ലിവർപൂൾ ഇപ്പോൾ 3-0 എന്നുള്ളൊരു സ്കോറിന് മാഞ്ചസ്റ്റർ സിറ്റിനായിട്ട് പരാജയപ്പെട്ടിട്ടുണ്ട്. ഈ നെക്സ്റ്റ് ചാമ്പ്യൻസ് ലീഗിൽ മുട്ടുള്ളത് സിറ്റി ആയിട്ടാണ്. എനിക്കൊരു ഐഡിയ ഇല്ല ഈ ഒരു റയൽ മാഡ്രിഡ് ടീം എവിടെ പോയി നിൽക്കുന്നു. സ്റ്റിൽ ഞാൻ പറയുന്നു, റയൽ മാഡ്രിഡ് ഈസ് എ എബോവ് ആവറേജ് ടീം. ഒരു എബോവ് ആവറേജ് ടീം മാത്രമാണ് റയൽ മാഡ്രിഡ്. വലിയ ടീമുമായിട്ട് ബിഗ് ഗെയിംസ് വരുന്ന സമയത്ത് എത്രത്തോളം വർക്കാവും എന്നറിയില്ല. ആകെ ഒരു ബാഴ്സലോണയായിട്ടാണ് വിജയിച്ചിട്ടുള്ളത്. അതും ട്രോൾ മെറ്റീരിയലൊക്കെ വരുന്നതനുസരിച്ച് റയൽ മാഡ്രിഡ് ഇതുവരെ ബിഗ് ടീംസിനായിട്ട് വിജയിച്ചിട്ടില്ല. ബാഴ്സലോണനെ എല്ലാവരും ഇപ്പോൾ ചെറിയ ടീമായിട്ടൊക്കെ വെച്ചിട്ടുള്ളത്, പല ട്രോൾ മെറ്റീരിയൽസും. കംപ്ലീറ്റ്ലി ട്രോളാണ്. പക്ഷേ എൽ ക്ലാസിക്കോയിൽ വിജയിച്ചു എന്നുള്ളത് റയൽ മാഡ്രിഡിനെ സംബന്ധിച്ചിടത്തോളം ബാഴ്സലോണയെ പരാജയപ്പെടുത്തി എന്ന് പറയുന്നത് അവർക്ക് ഈ ഒരു സീസണിലെ വൺ ഓഫ് ദ ക്ലച്ച് മൊമെൻറ്റ് തന്നെയാണ്. ഓഫ് കോഴ്സ് അതൊക്കെ വെറുതെ ഒരു ട്രോൾ മെറ്റീരിയൽ മാത്രമാണ്. സോ ബിഗ് ടീംസ് വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, ഇനി നെക്സ്റ്റ് ചാമ്പ്യൻസ് ലീഗിന് മുട്ടാനുള്ളത് സിറ്റി ആയിട്ടാണ് ഡിസംബറിൽ. സിറ്റി അവിടെ ലിവർപൂളിനെ 3-0 പരാജയപ്പെടുത്തി. ലിവർപൂളിനായിട്ട് മുട്ടിക്ക് ഒരു നല്ലൊരു അറ്റാക്ക് എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു റയൽ മാഡ്രിഡിന്. അപ്പോൾ ചാമ്പ്യൻസ് ലീഗിലോ അങ്ങനെയായി, ഇനിയിപ്പോൾ ലാലിഗയിലും അങ്ങനെ ആവണോ? തൊട്ടു ബാക്കിലാണ് 12 മത്സരങ്ങളിൽ നിന്നും 28 പോയിന്റോടുകൂടി തൊട്ട് ബാക്കിൽ ബാഴ്സലോണയുണ്ട്. വൈ സാബി അലൻസോ ഈസ് ഡൂയിങ് ലൈക്ക് ദിസ് എന്നുള്ളത് എനിക്ക് ഇപ്പോഴും അറിയില്ല. ഐ ഡോണ്ട് നോ. എന്നാലും മാറ്റി പിടിച്ചില്ലെങ്കിൽ പണി പാളും. ഓക്കെ, അതാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. ഓക്കെ, അപ്പോൾ മാച്ചിൽ ഒരു 23-ാമത്തെ മിനിറ്റിൽ വിനി ജൂനിയറിന് നല്ലൊരു ചാൻസ് കിട്ടിയിരുന്നു. അതായത് എംബാപ്പെ ലെഫ്റ്റിൽ നിന്ന് ഒരു ക്രോസ് കൊടുക്കും ഒരു അറ്റാക്കിൻ്റെ ഇടയിൽ. ഓക്കെ, ഫുള്ള് റയൽ മാഡ്രിഡിൻ്റെ പ്ലേയേഴ്സ് കംപ്ലീറ്റ് റയൽ വയക്കാനിൻ്റെ ഓപ്പോസിറ്റ് ബോക്സിലാണ്. എംബാപ്പെ ഒരു ബോൾ ബെല്ലിംഗാമിന് കൊടുക്കുന്നു. ബെല്ലിംഗാം അത് ഹെഡ് ചെയ്ത്, അതായത് ആ ഒരു ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടാണ് കൊടുക്കുന്നത്. ബെല്ലിംഗാം അത് ഹെഡ് ചെയ്ത് സെൻട്രലോട്ട് ഇടുന്നു. സെൻട്രലോട്ട് ഇട്ട സമയത്ത് വിനി ജൂനിയർ, ബ്രൈം ഡയസ്, ആർദെ ഗുളർ, ഒരു 3 പേരുണ്ട്. വിനി ജൂനിയർ കുറച്ചും കൂടി ഫ്രണ്ടിലാണ്. അപ്പോൾ അദ്ദേഹത്തിന് ആ ഒരു ബോൾ എടുക്കണമെന്നുണ്ടെങ്കിൽ ബാക്കിലോട്ട് പോയി അടിക്കണം. വാൽവർദേക്കും ആർദെ ഗുളറിനും ബ്രൈം ഡയസിനും 2 പേരും ആ ഒരു ബോൾ പ്രോപ്പർ സൈസായിട്ട് വന്നടിക്കാൻ പറ്റിയ ഒരു സിറ്റുവേഷനിലാണ്, ഒരു പൊസിഷനിലാണ്. പക്ഷേ വിനി ജൂനിയർ എന്ത് ചെയ്തു? അദ്ദേഹം കുറച്ച് അടുത്തായതുകൊണ്ട് ബാക്ക് പോയി അടിച്ചു, പെട്ടെന്ന് ഗോളാവാൻ വേണ്ടിയിട്ട്. വിനി ജൂനിയറിന് അടിക്കാൻ പറ്റുന്നത് ഒരു സൈഡിലേക്ക് മാത്രം, ആ ഒരു റൈറ്റ് സൈഡിലോട്ട് മാത്രം അടിക്കാൻ പറ്റുള്ളൂ. ആർദെ ഗുളറിനും ബ്രൈം ഡൈസനും വേണമെങ്കിൽ ലെഫ്റ്റിക്ക് അടിക്കാം, റൈറ്റിക്ക് അടിക്കാം. കാരണം അവർ ആ ഒരു പൊസിഷനിലാണ് നിൽക്കുന്നത്. വിനി ജൂനിയർ ആ ഒരു പൊസിഷനല്ല. വിനി ജൂനിയർ ഓടിച്ചാടി എന്ത് ചെയ്തു? ആ ഒരു പാനിക്കിൽ ആ ഒരു സാധനം റൈറ്റ് ഫുട്ട് കൊണ്ട് റൈറ്റിലോട്ട് അങ്ങോട്ട് അടിച്ചു. ഗോൾ കീപ്പർ അവിടെ തന്നെയായിരുന്നു, ഗോളായില്ല. അത് ഈസി ആയിട്ട് ഗോളാക്കേണ്ട ഒരു കിഡിലൻ ചാൻസ് ആയിരുന്നു. അതുകൊണ്ട് തോലച്ചു എന്ന് തന്നെ പറയാം. വിനി ജൂനിയർ ചിലപ്പോൾ ആ ഒരു പാനിക്കിൽ ചെയ്തതായിരിക്കും. പക്ഷേ റയൽ മാഡ്രിഡിൻ്റെ ഒരു ഗോൾഡൻ ചാൻസ് ആയിരുന്നു കഴിഞ്ഞ മാച്ചിൽ, ഗോൾഡൻ ചാൻസ്. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ആ ഒരു ഷോട്ട് ഗോളായിരുന്നു എന്നുണ്ടെങ്കിൽ മേ ബി മാച്ച് വിജയിച്ച് ആ ഒരു 3 പോയിന്റും കൊണ്ട് അടുത്ത കളിക്ക് പോയിരുന്നു. ഇനി ഒരു മാച്ചിൽ അങ്ങനെ വലിയ കോൺട്രവേഴ്സികളൊന്നും ഇല്ലായിരുന്നു അല്ലേ? പൊതുവെ റയൽ മാഡ്രിഡിൻ്റെ മാച്ച് എന്ന് പറയുന്നത് ഭയങ്കര കോൺട്രവേഴ്സി ഉണ്ട്, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഈ മാച്ചിലൊന്നുമില്ല. 2 ഉണ്ട്. മറ്റേ ബെല്ലിംഗാമിൻ്റെ ജേഴ്സി പുള്ള് ചെയ്തു, എംബാപ്പേനെ വലിച്ചിട്ടു എന്നൊക്കെ പറഞ്ഞാൽ പെനാൽറ്റി ബോക്സിൽ മാർക്കൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് കണ്ടു. എനിക്കറിയില്ല, സ്ഥിരം റയൽ മാഡ്രിഡിൻ്റെ ബാറ്റാണ് തന്നെയാണ് എനിക്കത് കണ്ടപ്പോൾ തോന്നിയത്, വേറെ ഒന്നും തോന്നിയില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു വിനി ജൂനിയറിൻ്റെ ഷോട്ടായിരുന്നു ഫസ്റ്റ് ഹാഫിലെ മെയിൻ അറ്റാക്ക് എന്ന് പറയുന്നത്. റയൽ വയക്കാനോ നല്ല ത്രട്ടൻ ചെയ്യുന്നുണ്ട് കേട്ടോ റയൽ മാഡ്രിഡിൻ്റെ ഡിഫൻസിനെ. പക്ഷേ റൗൾ അസെൻസിയോ, കമവിംഗ കുറച്ചും കൂടി ഒരു ലേസി മിഡ്ഫീൽഡറായിട്ട് തോന്നി വെൻ കമ്പാരിങ് ടു ചെമിനി കുറച്ചും കൂടി നല്ല ഹാർഡ് വർക്കിംഗ് ആണ്, നല്ലപോലെ ഇറങ്ങി വരും, അത്യാവശ്യം കുഴപ്പമില്ലാത്ത കയറിപ്പോവും. ഒരു പില്ലർ പോലെയാണ് ആ ഒരു DMF റോളിൽ. കമവിംഗ കുറച്ചും കൂടി ഒരു ഇച്ചിരി ലേസിയാണ്, ഒരു ഇച്ചിരി. ഓക്കെ, വെൻ കമ്പാരിങ് ടു ചെമിനി കുഴപ്പമില്ലാത്തൊരു പ്ലെയറാണ് കമവിംഗ, അല്ലാതെ ഒന്നുമല്ലേ പറഞ്ഞത്. പിന്നെ കമവിംഗ കുറച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് മറ്റേ റൈറ്റ് വിങ്ങിലോട്ടൊക്കെ ഷിഫ്റ്റായി ബ്രൈം ഡൈസിനെ വലിച്ച സമയത്ത്. അപ്പോൾ റയൽ വയക്കാൻ്റെ അറ്റാക്ക്, റയൽ മാഡ്രിഡിൻ്റെ ഡിഫൻസ്, കരേരാസും
റൗൾ അസെൻസിയോ പിന്നെ അതുപോലെ ഫെഡെ വാൽവർഡെ പ്രോപ്പറായി ഡിഫെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ആ ഒരു കാര്യം പേടിയില്ലായിരുന്നു. പക്ഷേ ഈ സാബി അലൻസോ സബ്സ്റ്റിറ്റ്യൂഷൻ എടുക്കുക ഇത്രയും വൈകിയത് കൊണ്ട്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മറ്റേ റോഡ്രിഗോനെ വലിച്ച സമയത്ത് വിനി ജൂനിയർ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു, മറ്റേ സുരാജ് ഇങ്ങനെ നോക്കൂലേ, ആ നോട്ടം ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. കാരണം എന്നെയാണോ അവസാനം നോക്കിയ സമയത്ത് കമവിങ്കനെ വലിച്ച് റോഡ്രിഗോനെ കൊണ്ടുവന്നു. ഓക്കെ, അപ്പോൾ എന്തിനാണ് അതൊക്കെ 78ാമത്തെ മിനിറ്റ്, എന്തിനാ ഇത്രയധികം ലേറ്റ് ആവുന്ന ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ എടുക്കാനേ എന്നുള്ള കാര്യം എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. ഞാൻ അഗെയിൻ വീണ്ടും ചോദിക്കുകയാണ്. കാരണം മാച്ച് റോഡ്രിഗോ ഒക്കെ കുറച്ചും കൂടി നേരത്തെ വന്നിരുന്നുണ്ടെങ്കിൽ സെബല്ലോസിനൊക്കെ കൊണ്ടുവന്നിരുന്നു. ഓക്കെ, നമ്മുടെ അർദ്ധ ഗോളറിനെ അതൊന്ന് വലിച്ചു. അതൊക്കെ 80ാമത്തെ മിനിറ്റ് സെബല്ലോസൊക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് നല്ല ഇമ്പാക്റ്റാണ് ആ ഒരു ഗ്രൗണ്ടിൽ ഉണ്ടാക്കിയത്. ലിവർപൂളിനെതിരെ ഇതുപോലെ പലരും ചോദിക്കുന്നുണ്ടായിരുന്നു എന്തുകൊണ്ട് ആ ഒരു മിഡ്ഫീൽഡ് കൺട്രോളിങ് പോയ സമയത്ത് ആർദെ ഗൂളർ ബിഗ് ഗെയിംസിൽ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യാറുണ്ട്. അപ്പോൾ ആർദെ ഗൂളറിനെ മാറ്റി എന്തുകൊണ്ട് സെബല്ലോസിനെ കൊണ്ടുവന്നില്ല എന്നുള്ള ചോദ്യങ്ങളൊക്കെ നല്ലപോലെ ചോദിക്കുന്നുണ്ടായിരുന്നു. കാരണം സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് വരുന്ന സമയത്ത് സെബല്ലോസ് നല്ലപോലെ ഗ്രൗണ്ടിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാറുണ്ട്. സംഭവം ശരിയാണ്, ഗോൾ അടിക്കുക അതൊന്നുമല്ല, പക്ഷേ ആ ഒരു ക്രിയേറ്റീവ് സാധനം വരുന്നുണ്ടായിരുന്നു സെബല്ലോസിൻ്റെ ഭാഗത്ത് നിന്നും. അതൊക്കെ പക്ഷേ വളരെ കുറച്ച് സമയം മാത്രമേ റയൽ മാഡ്രിഡിന് കിട്ടിയത്. അതാണ് ഇത്രയും ലേറ്റ് ആവുന്നത് എന്തുകൊണ്ടാണ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്നുള്ള കാര്യം സാബി അലൻസോ എന്തുകൊണ്ടാണ് അത്രയും ലേറ്റായി ഡിസിഷൻ എടുക്കുന്നത് സബ്സ്റ്റിറ്റ്യൂഷന്, അത് ഒരു ഐഡിയയും കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ സെക്കൻഡ് ഹാഫിൽ ഫെഡെ വാൽവർഡയുടെ ഒരു ബുള്ളറ്റ് ഷോട്ട് ഉണ്ടായിരുന്നു, നാണം വിട്ട പോലെ, അല്ല അങ്ങനെയല്ല, ഒരു റോക്കറ്റ് വിട്ടൊരു ഷോട്ട്, ഒരു കിടിലൻ ഷോട്ട്. പക്ഷേ ആ ഒരു ഷോട്ട് കഴിഞ്ഞേക്കും തന്നെ അണ്ണൻ്റെ തൈ വലിഞ്ഞും ചെയ്തു തോന്നണം. ഓക്കെ, അങ്ങനെയാണ് ഇഞ്ചേർഡ് ആയിട്ടാണ് പിന്നെ ട്രെൻഡിനെ കൊണ്ടുവന്നത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇഞ്ചുറി ആയിട്ട് മാറ്റേണ്ട ഒരു പ്ലെയറാണ് ട്രെൻഡ് അലക്സാണ്ടർ അർണോൾഡ്. അതിനാണല്ലോ ആ ലിവർപൂളിന് ആ ചങ്ങായിനെ ഇങ്ങോട്ടൊക്കെ കൊണ്ടുവന്നത്. ആ ചങ്ങായി ലിവർപൂൾക്ക് പാവം ആ ക്ലബ്ബിന് എന്നവരൊന്നും പറഞ്ഞിട്ടില്ല, ആ ക്ലബിനെതിരെ ഒരു വാക്ക് സംസാരിച്ചിട്ടില്ല. പക്ഷേ ആ ചങ്ങായി അങ്ങോട്ട് ഇറങ്ങി വന്നപ്പോൾ എജാതി കൂക്കലാർ ലിവർപൂളിൻ്റെ ഓഡിയൻസ് എല്ലാവരും ഇല്ല കേട്ടോ, ചിലരൊക്കെ കൈയടിക്കുന്നത് ഞാൻ കണ്ടു. പക്ഷേ എന്നാലും ഒരു മെജോറിറ്റി ബൂയിങ് ആണ് ട്രെൻഡിന് കിട്ടിയിട്ടുള്ളത്. ആ ചങ്ങായി അങ്ങനെ അത്രയും കൂക്കൽ മേടിച്ച് ഇവിടെ വന്നിട്ട് ഇഞ്ചേർഡ് ആയിട്ടാണ് ആ ചെറുകനെ ഇറക്കുന്നത്. സങ്കടമുണ്ട്, സത്യസന്ധമായിട്ട് നല്ല സങ്കടമുണ്ട്. ട്രെൻഡിൻ്റെ ആ ഒരു അഗ്രസീവ് ഫേസ് നമ്മൾ ലിവർപൂളിൽ കണ്ടത്, ആ ഒരു സാധനം ഇന്നേ വരെ റയൽ മാഡ്രിഡിൽ കണ്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടില്ല. ടു ബി ഫ്രാങ്ക് പറയാലോ, ഭയങ്കര അഗ്രസീവ് മോഡിൽ ആ ഒരു ടീമിന് വേണ്ടി ലിവർപൂളിന് വേണ്ടി എന്തും ചെയ്യാൻ പറ്റുന്ന ഒരു അർണോൾഡ് ഉണ്ട്. ആ ഒരു അർണോൾഡിനെ എനിക്ക് റയൽ മാഡ്രിഡിൽ കാണാൻ പറ്റിയിട്ടില്ല. ടു ബി ഫ്രാങ്ക് എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. ആ ബാഴ്സലോണയ്ക്കെതിരെയുള്ള ചാമ്പ്യൻസ് ലീഗിലെ 2019 സെമി ഫൈനലിൽ ആ ഒരൊറ്റ അസിസ്റ്റ് നമുക്ക് ഓർമ്മയുണ്ട്, സ്പോട്ടിൽ ഡിസിഷൻ എടുത്ത്. അതുപോലത്തെ കുറേ സിറ്റുവേഷൻസ് ഉണ്ട് മറ്റേ പ്രീമിയർ ലീഗിൽ. അതുപോലത്തെ ഒറ്റ സിറ്റുവേഷൻ റയൽ മാഡ്രിഡിൽ ഇതുവരെ നമ്മൾ കണ്ടോ? സംഭവം ശരിയാണ്, 1-2 ഇഞ്ചുറിയൊക്കെ വന്നു. പക്ഷേ ഇഞ്ചേർഡായിട്ട് ഫെഡെ വാൽവർഡേക്ക് എനിക്ക് അവിടെയാണ് പൊളിഞ്ഞത്. ഇഞ്ചേർഡായിട്ട് ഫെഡെ വാൽവർഡേക്ക് ഇഞ്ചേർഡായിട്ടാണ് ട്രെൻഡിനെ ഇറക്കിയത്. സങ്കടം, വേറൊന്നുമല്ല. അങ്ങനെ അതൊക്കെയായിരുന്നു മെയിൻ ചാൻസുകൾ വാൽവർഡേൻ്റെ ആ ഒരു ഷോട്ട്. പിന്നെ അതുപോലെയല്ല അവസാന നിമിഷം ആർദെ ഗൂളറിൻ്റെ ഒരു കിടിലൻ അറ്റാക്ക് ഉണ്ടായിരുന്നു. ഓക്കെ, ആ റൈറ്റ് വിങ്ങിൽ നിന്ന് ആർദെ ഗൂളർ ലാലിഗയിൽ അടിപൊളിയാണ് കേട്ടോ. ചാമ്പ്യൻസ് ലീഗിൽ ബിഗ് ഗെയിംസ് വരുന്ന സമയത്ത് മാത്രമാണ് ആ ചങ്ങായി ഒന്ന് പേടിക്കുന്നത്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പാരിക്കാണ്, അത് മാച്ച് ബൈ മാച്ച് അടിപൊളി ആയിക്കോളും. ആർദെ ഗൂളറിനൊരു ചാൻസ് കിട്ടുന്നു. അദ്ദേഹം 1-2 ഡിഫൻഡേഴ്സിനെ റയൽ വയക്കാനോടെ ബീച്ചണായിരുന്നു. ഒരു ഡിഫൻഡറിനെ അറ്റാക്ക് ചെയ്ത് ക്രോസ് ചെയ്ത് കൊടുക്കുന്നു. പക്ഷേ ആ ഒരു ക്രോസ് ചെയ്യുന്നതിൻ്റെ അടിയിൽ ആക്ച്വലി റയൽ വയക്കാനോടെ പ്ലെയർ അദ്ദേഹത്തിനെതിരെ കാലിട്ടിരുന്നു, അദ്ദേഹത്തിൻ്റെ കാൽമ കൊണ്ടും ചെയ്തിരുന്നു. അദ്ദേഹം അവിടെ വീണിരുന്നു എന്നുണ്ടെങ്കിൽ പെനാൽറ്റി 100% പെനാൽറ്റി ആയിരുന്നു അത്. പക്ഷേ ആർദെ ഗൂളർ വീണില്ല, അത് എക്സ്പീരിയൻസ് ഇല്ലായ്മയാണ് പ്രശ്നം. ഓക്കെ, പെട്ടെന്ന് ആ ഒരു സമയത്ത് ചിലപ്പോൾ അദ്ദേഹത്തിന് വീഴാൻ തോന്നിയിട്ടുണ്ടാവില്ല, കാരണം ഗോൾ പോസ്റ്റിൻ്റെ അടുത്താണ്, ക്രോസ് കൊടുത്ത് എങ്ങനെയും ഗോളാക്കാം എന്നുള്ള മൈൻഡ് സെറ്റ് ആയിരിക്കും. പക്ഷേ അത് വീണിരുന്നു എന്നുണ്ടെങ്കിൽ 100% പെനാൽറ്റി ആയിരുന്നു അത്. അൺഫോർച്ചുനേറ്റ്ലി ദാറ്റ് ഡസൻ മേക്ക്. അങ്ങനെ അത് പോയി, ആ ഒരു ചാൻസും പോയി. അങ്ങനെ 0-0 എന്നുള്ള ഒരു സ്കോറിന് അവസാനിച്ചു. ബാഴ്സലോണ കയറി വരുന്നുണ്ട്. കഴിഞ്ഞ സീസണിൽ ഇതേ സെയിം സിറ്റുവേഷൻ ആയിരുന്നു കേട്ടോ. റയൽ മാഡ്രിഡ് കയറി, പിന്നെ ബാഴ്സലോണ പുറകിൽ നിന്ന് വന്ന് ചാമ്പ്യൻസ് ആയതാണ്. സാബി അലൻസോ നോക്കിയും കണ്ടും ചെയ്ത ആ ലാലിഗ കിട്ടും. ചാമ്പ്യൻസ് ലീഗിൽ എനിക്ക് ഈ സീസണിൽ വലിയ പ്രതീക്ഷയില്ല. പക്ഷേ റയൽ മാഡ്രിഡാണ്, പ്രതീക്ഷിക്കാത്ത സമയത്ത് ചാമ്പ്യൻസ് ലീഗ് അടിക്കുന്ന ചങ്ങായിമാരാണ് അതിലുള്ളത്. അതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ ചാമ്പ്യൻസ് ലീഗിൽ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഈ സീസണിലില്ല. ലാലിഗയിൽ പ്രതീക്ഷയുണ്ട്, സാബി അലൻസോയുടെ ഒരു പെർഫോമൻസ് വെച്ച് ലാലിഗയിൽ പ്രതീക്ഷയുണ്ട് എനിക്ക്, ടു ബി ഫ്രാങ്ക് പറയാലോ. അപ്പോൾ ഇനി നമുക്ക് റയൽ മാഡ്രിഡിൻ്റെ അടുത്ത മാച്ച് കാണാം. താങ്ക് യു സോ മച്ച്.